അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അത് കേടായിരിക്കുന്നു, ഇല്ലെങ്കിൽ അതിലെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് എന്തോ ഒരു പ്രയാസമുണ്ട് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അതിപ്പോൾ അതിനെ പരിശോധിക്കാനായിട്ട് അമേരിക്കയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു. ബ്ലാക്ക് ബോക്സ് അങ്ങനെയൊക്കെ കേടുവരുമോ പെട്ടെന്നൊക്കെ? അത് ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞ പോലെ കറുത്ത പെട്ടി എന്നാണല്ലോ പറയുന്നത്. അത് കറുത്ത പെട്ടിയല്ല, ഓറഞ്ച് പെട്ടിയാണെന്ന് ഇപ്പോൾ ആൾക്കൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഒരു പെട്ടിയല്ല, 2 പെട്ടികളുണ്ട്. 2 പെട്ടികൾ ചേരുന്നതിനെ അതിന് രണ്ടിനെയും ചേർത്തിട്ടാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബ്ലാക്ക് ബോക്സ് അല്ല, രണ്ടിൻ്റെയും 2 സ്വഭാവങ്ങൾ. ഒന്ന് ഈ വോയിസ് റെക്കോർഡറാണ്. അത് കോക്പിറ്റിൽ നടക്കുന്ന സംഭാഷണങ്ങൾ, കോക്പിറ്റിലെ എല്ലാ ശബ്ദങ്ങളും, അവിടുത്തെ വിവിധ അലാംസ്, കമ്മ്യൂണിക്കേഷൻസ്, ചെറിയ ബീപ്പ് ശബ്ദങ്ങൾ, ഇതൊക്കെ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനം, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, CVR. ഇത് ഒന്ന്. രണ്ടാമത്തത് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. അങ്ങനെ ഇത് രണ്ടും ചേർന്നിട്ടുള്ള കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, DFDR. ഈ 2 ആണ് ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്നത്. അത് ആദ്യത്തെ ദിവസം ഒരെണ്ണം കിട്ടി, രണ്ടാമത്തെ ദിവസം മറ്റൊന്നുകൂടെ കിട്ടി. അപ്പോൾ 2 ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതെവിടെയാണ് ഇരിക്കുന്നത്? വിമാനത്തിൻ്റെ ഏതു ഭാഗത്താണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഈ 2 സംവിധാനങ്ങൾ, CVRും DFDRും ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ വാൽ ഭാഗത്താണ്. നമ്മൾ ആ വിമാനത്തിൻ്റെ ഒരുപാട് ചിത്രം കണ്ടിട്ടില്ലേ? നമ്മുടെ പത്രങ്ങളിൽ പോലും ഈ തകർന്നു കിടക്കുന്ന അവിടുത്തെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കയറി തകർന്നു കിടക്കുന്ന വിമാനത്തിൻ്റെ വാൽ ഭാഗം കാണാമായിരുന്നു അല്ലേ? വാൽ ഭാഗത്തിന് വല്ല കുഴപ്പം പറ്റിയായിരുന്നു? ഒന്നും പറ്റിയില്ലായിരുന്നു. ഒരു ഡാമേജും ഇല്ല, ഒരു പുക പോലും ഇല്ല. തീ പിടിച്ച് കത്തിയതിൻ്റെ പുക പോലും ബാധിച്ചിട്ടില്ല. അതായത് വാൽഭാഗം കാര്യമായി പരിക്കേക്കാതെ വിമാനത്തിൻ്റെ മുൻഭാഗമാണ് കത്തി അമർന്നു പോവുകയും തകരുകയും ചെയ്തത്. വാൽഭാഗത്തിന് കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്ന് നമ്മൾ ചിത്രങ്ങളിൽ കണ്ടു. പിന്നീട് ഈ വാൽഭാഗം കൂറ്റൻ ക്രെയിനുകൾ കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടു പോവുകയും ചെയ്തു ആണല്ലോ. അപ്പോൾ അവിടെ പരിക്കൊന്നും പറ്റാത്ത, ഡാമേജ് സംഭവിക്കാത്ത വാൽഭാഗത്തിരിക്കുന്ന ഈ വോയിസ് റെക്കോർഡറുകൾക്ക്, അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡർക്ക്, അല്ലെങ്കിൽ 2 ചേർത്തുള്ള ബ്ലാക്ക് ബോക്സ് എന്നുള്ള ഓറഞ്ച് പെട്ടികൾക്ക് എന്ത് ഡാമേജാണ് വരാൻ സാധ്യത? അപ്പോൾ പ്രൈമാ ഫേസി നമ്മൾ നോക്കുമ്പോൾ ഈ ബ്ലാക്ക് ബോക്സിന് വലിയ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് ഇരിക്കുന്ന സ്ഥലം ഏതാണ്ട് ഇൻടാക്റ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ബോക്സ് കിട്ടി, അതിന് കേട് പറ്റിയിരിക്കാം എന്നുള്ള വെറുമൊരു തോന്നലാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതിന് ബ്ലാക്ക് ബോക്സിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയതായിട്ട് ഔദ്യോഗികമായി ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ ഏജൻസിയോ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് അമേരിക്കയ്ക്ക് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ വരുന്നു എന്നതാണ് കൗതുകരം. ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വെറുതെ അത് കിട്ടി, അതിന് കേടായിരിക്കും, ഇങ്ങനെ സെൻസേഷനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ചില മാധ്യമങ്ങൾ പടച്ചു വിടുന്നുണ്ട്. കാരണം ഈ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് വലിയ ആഘോഷമാണ്. അപ്പോൾ നമ്മുടെ വയനാട് മുണ്ടക്കയിൽ ദുരന്തം ഉണ്ടായപ്പോൾ അത് വണ്ടി പിടിച്ച് ദുരന്തം കാണാൻ പോകുമായിരുന്നു. ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഡിസാസ്റ്റർ, അപ്പോൾ നമ്മൾ ഇന്നാൾ ഈ അടുത്ത കാലത്ത് കേട്ടില്ലേ, ഒരു കല്യാണം, ചെക്കനും പെണ്ണും കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞപ്പോൾ അവർ അടിയുണ്ടാക്കി, കടുത്ത മൊബൈലിൻ്റെ കേബിൾ ഇട്ട് വലിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് കേസ് കൊടുത്ത് ചെക്കനെ പിടിച്ചു. വിദേശത്ത് പോകേണ്ട ചെക്കൻ്റെ പോക്ക് മുടങ്ങി. അതിൻ്റെ സമയത്ത് കേസെടുത്തില്ലെന്ന് പറഞ്ഞ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കോടതി എത്തിയപ്പോൾ പെണ്ണ് നേരെ തിരിഞ്ഞു. അങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ പക്ഷേ നമ്മുടെ ചാനലുകളിൽ എന്താ ചെയ്ത്, രാവിലെ മുതൽ ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ലൈവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ, ദുരന്തങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഈ സെൻസേഷണൽ വാർത്തകളിൽ അഭിരമിക്കുന്ന ഒരു പ്രവണത മാധ്യമങ്ങൾക്കുണ്ട്. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പക്ഷേ ഉണ്ടാകുന്ന സംഭവങ്ങൾ പറയുന്നുണ്ട്, അതൊരു സെൻസേഷണൽ സംഭവം ആയിരിക്കാം, പക്ഷെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ പോലും നമ്മൾ പറയുന്നത് വാർത്തകൾ ഇങ്ങനെ മസാല പരുവത്തിലാക്കുന്ന ഈ പ്രവണതയ്ക്കെതിരായിട്ടാണ് നമ്മളിപ്പോഴും ഈ വീഡിയോയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഈ വിമാനത്തിൻ്റെ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന് പറയുന്ന ഈ ബ്ലാക്ക് ബോക്സുകൾ 1100 സെൻറ്റിഗ്രേഡ് വരെ താപനില ഉയർന്നാലും 1 മണിക്കൂർ വരെ, 1100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 മണിക്കൂർ വരെ ഇരുന്നാലും അതിന് കേടുപാട് പറ്റാത്ത തരത്തിലുള്ള കവചങ്ങൾ അതിനുണ്ട്. അപ്പോൾ ഈ വിമാനം തീപിടിച്ച് കത്തിയത് ഏതാണ്ട് 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണെന്ന് പറയുന്നു. 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു 100 സെൻറ്റിഗ്രേഡ് ചൂട് കൂടെ താങ്ങാനുള്ള ശേഷി ഈ ബ്ലാക്ക് ബോക്സുകളുടെ കവചങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിന് കേട് പറ്റാൻ സാധ്യതയില്ല. ഇനി കേട് പറ്റണമെങ്കിൽ 1100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 മണിക്കൂർ ഇരിക്കണം. 1 മണിക്കൂർ ഈ വിമാനം കത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്
തീ പിടിച്ച് ഈ ബ്ലാക്ക് ബോക്സുകൾക്ക് ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ഉള്ളത് വലിയ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഉള്ള ആഘാതം. അതിന് പറയുന്നത് 3400 G ആഘാതം 6.5 മില്ലി സെക്കൻഡിലുണ്ടായ ബ്ലാക്ക് ബോക്സ് തകർന്നു പോകുന്ന പറഞ്ഞത്. 6.5 സെക്കൻഡല്ല, 6.5 മില്ലി സെക്കൻഡിൽ 3400 G ആഘാതമുണ്ടാണ്. ഈ G എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന പ്രവേഗമാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും താഴേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അതിവേഗത്തിൽ താഴത്തോട്ട് വീഴുന്ന 1 കിലോഗ്രാം ഭാരമുള്ള വസ്തു മണിക്കൂറിൽ 780 കിലോമീറ്റർ വേഗത്തിൽ വന്നും ഭൂമിയിലിടിച്ചാൽ ഉണ്ടാവുന്ന ആഘാതം, അത് 6.5 മില്ലി സെക്കൻഡ് കൊണ്ട് ഉണ്ടാവുന്ന ആഘാതത്തിനാണ് ഈ 3400 G എന്ന് പറയുന്നത്. അതുവരെ ഈ ബ്ലാക്ക് ബോക്സിന് തകർച്ച ഉണ്ടാകത്തില്ല. അത് ഇത്തിരി ടെക്നിക്കലാണ്, മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു വസ്തു താഴേക്ക് വീഴുകയാണ്, മണിക്കൂറിൽ 750 കിലോമീറ്റർ വേഗത്തിൽ വന്ന് ഇടിക്കണം. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബോക്സ് കേടായിപ്പോകും. നമ്മുടെ ഈ വിമാനം പറന്നിരിക്കുന്നത് 200-300 കിലോമീറ്റർ വേഗം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പ്രവേഗമില്ല. വിമാനം നേരിട്ട് വന്ന് വീണാൽ പോലും ബ്ലാക്ക് ബോക്സ് അല്ല നേരിട്ടിടിക്കുന്നത്. ഇനി ഇടിച്ചാൽ പോലും അതിന് 750 കിലോമീറ്റർ വേഗത്തിലല്ല വന്നത്, 200 അല്ലെങ്കിൽ 300 കിലോമീറ്റർ വേഗത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബ്ലാക്ക് ബോക്സ് അങ്ങനെ തകരാനുള്ള സാധ്യതയും ഇല്ല. അപ്പോൾ തീ പിടിച്ചത് മൂലമുള്ള ആഘാതത്തിൽ ബ്ലാക്ക് ബോക്സ് തകരത്തില്ല. പിന്നെ വീഴ്ചയുടെ ആഘാതം കൊണ്ടും ബ്ലാക്ക് ബോക്സിന് തകരാറുണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനകത്ത് കുഴപ്പമുണ്ട്, ഇത് അമേരിക്കയ്ക്ക് അയക്കേണ്ടി വരും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് മനഃപൂർവ്വമാണോ അതോ മാധ്യമങ്ങളാണോ അതോ ആർക്കെങ്കിലും അങ്ങനെ ഇത് അയച്ചിട്ട് ഇതിലെ ഡാറ്റ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സമർത്ഥിക്കേണ്ടുന്ന താല്പര്യം ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പോഴും ഒരുപാട് ദുരൂഹതയുണ്ടല്ലോ. ഇപ്പം ഈ ചിത്രങ്ങളിൽ കണ്ടു, ആ വിമാനം വീഴുന്നതിന് തൊട്ട് മുമ്പ് ഒരു കറുത്ത വസ്തു തെറിച്ചു പോയി പറന്നു പോകുന്നതിൻ്റെ വീഡിയോസ്, ഫോട്ടോസൊക്കെ ഉണ്ട്. അത് ചിലരൊക്കെ പറയുന്നു അതിൻ്റെ എമർജൻസി ഡോറാണെന്ന് പറയുന്നു. ഇപ്പോൾ രാജേഷ് ബിശ്വാസ് എന്ന് പറയുന്ന ആൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ വളരെ കൂളായി വിമാനം ആളിക്കത്തുമ്പോൾ അതിൻ്റെ ആളുകൾക്കിടയിലൂടെ നടന്നു വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ കൂളായിരുന്നു. ചെറിയ പൊള്ളലൊക്കെ ഇട്ടിട്ടുണ്ട്. അയാളുടെ ടിക്കറ്റ്, ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ടിക്കറ്റുണ്ട്. അയാൾ യാത്രക്കാരനായിരുന്നു ഉറപ്പിച്ചിട്ടുണ്ട്. അയാളുടെ സഹോദരൻ ആ വിമാനത്തിൽ മരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് രാജേഷ് ബിശ്വാസ് രക്ഷപ്പെട്ടു വന്നത്, രമേഷ് ബിശ്വാസ് രക്ഷപ്പെട്ടു വന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു നറേഷൻ ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ ഒരു വിദ്യാർത്ഥി ഇതിൻ്റെ ചിത്രം എടുത്തിരുന്നു, വിമാനം കത്തി വീഴുന്നതിൻ്റെ. ആ വിദ്യാർത്ഥിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്തു. അതുകൊണ്ട് അവൻ്റെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹതയുടെ ഒരു ചെറിയൊരു ആംഗിൾ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ആ കുട്ടി, വീഡിയോ എടുത്ത കുട്ടിയോട് ഇനി താൻ കണ്ട കാര്യങ്ങളും താൻ എന്തുകൊണ്ട് വീഡിയോ എടുത്തു, അത് ഗ്രൂപ്പിലിട്ടു, അവൻ പറയുന്നത് എനിക്ക് വേറെ ആരോ എടുത്തിട്ട് അയച്ചു തന്നതാണ്, ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നേരത്തെ ഒരു പാരാമിലിറ്ററി ഫോഴ്സിലുണ്ടായിരുന്ന എൻ്റെ അച്ഛന് അയച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ ഈ കുട്ടി പറഞ്ഞതായിട്ടാണ് ആദ്യം വാർത്തകൾ വന്നത്. പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഈ കുട്ടിയെ കാണാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ട് ആ കുട്ടിയുടെ വെയർബോർഡ്സ് കണ്ടെത്താൻ പറ്റിയില്ല എന്നും കുട്ടിയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ട് ആ കുട്ടിയെ മാറ്റിയിരിക്കുകയാണെന്ന് ഒരു വാർത്ത വന്നിരുന്നു. ഏതായാലും ഈ രമേഷ് ബിശ്വാസിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് ഈ സ്ഫോടനം എങ്ങനെയാണ് നടന്നത്, വിമാനം കത്തി തകർന്ന് വീഴാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കൊപ്പം തന്നെ, അങ്ങനെ ഒരു ഏജൻസി നേരത്തെ ഉണ്ടായിരുന്നില്ല, ആ ബ്യൂറോയ്ക്കൊപ്പം തന്നെ നമ്മുടെ NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ട ഈ ഭാഗ്യവാനെ NIA ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം അത് കുറ്റവാളി എന്ന തരത്തിലല്ല, എങ്ങനെ അപകടം ഉണ്ടായി എന്നറിയണമല്ലോ, തീവ്രവാദ പ്രവർത്തനം വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അയാളുടെ ഇൻ്റർവ്യൂസൊക്കെ ഇയാളുടെ രക്ഷപ്പെടൽ പ്രക്രിയയുടെ ഒരു ഡീറ്റെയിൽഡ് നറേഷൻ ഇതുവരെ വന്നിട്ടില്ല. ആ ഭാഗം പറയരുതെന്ന് ഏജൻസികൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം അയാളത് പറയാത്തത്. അതിപ്പോൾ ഒരുപക്ഷെ ഏജൻസികൾ അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം, രേഖപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വെർഷൻ വരുമായിരിക്കാം. ഏതായാലും ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ വോയിസ് റെക്കോർഡും ഫ്ലൈറ്റ് ഡിജിറ്റൽ ഡാറ്റ റെക്കോർഡറും ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളത്. അതിലേറ്റവും പ്രധാനം ഇത് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന് പറയുന്ന ഡിജിറ്റൽ രേഖകളുടെ അതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം വിമാനത്തിൻ്റെ എഞ്ചിന് തകരാറുണ്ടായിരുന്നോ, ഏതെങ്കിലും സിസ്റ്റം ഫെയിലിയർ ആണോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അതും രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ പരിശോധനാ ഫലം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല.
മാത്രമല്ല ഇതിനു മുമ്പ് ഇതുപോലത്തെ ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ബോക്സ് കിട്ടി, ബ്ലാക്ക് ബോക്സ് എന്നിട്ട് പരിശോധനയ്ക്ക് അയച്ചിട്ട് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ എടുക്കാൻ പറ്റാതെ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഈ സമീപകാലത്തുണ്ടായതാണെങ്കിൽ 2002 ചൈനീസ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 611 അപകടത്തിൽപ്പെട്ടു. അതിൻ്റെ ബ്ലാക്ക് ബോക്സുകൾ പരിശോധനയ്ക്ക് അയച്ചു, ഒന്നും കിട്ടിയില്ല. അതുപോലെ 98 സ്വിസ് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് 111 അപകടത്തിൽപ്പെട്ടു, ബ്ലാക്ക് ബോക്സ് കിട്ടി, പക്ഷേ ഒരു ഡാറ്റയും എടുക്കാൻ പറ്റിയില്ല. 96 ട്രാൻസ്വേർഡ് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇതുപോലെ അപകടത്തിൽപ്പെട്ടു, ട്രാൻസ്വേർഡ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 800 അത് അപകടത്തിൽപ്പെട്ടു, ബ്ലാക്ക് ബോക്സ് കിട്ടി, ഒന്നും കിട്ടിയില്ല. 99 ഈജിപ്റ്റ് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് നമ്പർ 990 അത് അപകടത്തിൽപ്പെട്ടു, വോയിസ് റെക്കോർഡർ അതായത് ബ്ലാക്ക് ബോക്സ് കിട്ടി, ഒരു ഡാറ്റയും കിട്ടിയിട്ടില്ല. അങ്ങനെയും അനുഭവങ്ങളുണ്ട്. ഏതായാലും ഈ കേസുകളിലെല്ലാം പറയുന്നത് ഈ പരിശോധനയ്ക്ക് കിട്ടിയിരുന്ന ബ്ലാക്ക് ബോക്സുകൾ പൂർണ്ണമായോ ഭാഗികമായോ കേടായതോ കേടാക്കിയതോ ആയിരുന്നു. അതുകൊണ്ട് അതിലെ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഈ പറഞ്ഞ വർഷങ്ങളിലെ ബ്ലാക്ക് ബോക്സ് പരിശോധനകളുടെ റിസൾട്ട് പറയുന്നത്. നമ്മുടെ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിന് അത്തരമൊരു ദുർഗതി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.